പൂർവകാല ഗുരുക്കന്മാർ നിന്നുകൊണ്ടല്ല പഠിപ്പിച്ചിരുന്നത്, ശമ്പളം പടിഞ്ഞിരുന്നു കൊണ്ട്. ഒന്നിലിരിക്കുമല്ലേ നടക്കും. നിന്നുകൊണ്ടുള്ള പഠിപ്പീര് അവിടെ ഇല്ല. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ വിളക്ക് കത്തിക്കുന്നു? തിരി തെളിയിക്കുകയാണോ ദീപം തെളിയിക്കുകയാണോ? ആലോചിച്ചേ പറയാവൂ. ദീപമാണെങ്കിൽ പിന്നെ എന്തിനാ തെളിയിക്കുന്നത്? ഞാൻ നിങ്ങൾക്ക് ഉത്തരം കിട്ടാൻ വേണ്ടി ചോദിച്ചതല്ല. ഇത്തരം ഒരു വിശകലനബദ്ധമായ പഠനം സ്വായത്തമായി ഉണ്ടായിരുന്ന ഒരു മഹാപുരുഷനെയാണ് ഇവിടെ അനുസ്മരിക്കുന്നത്. ചെറിയ കാര്യങ്ങൾ പോലും എഴുതിരിച്ച് ഒരു കൊച്ചുകാര്യം പറഞ്ഞപ്പോൾ നമ്മളോട് 100 അഭിപ്രായം പറയും. ഇഴതിരിച്ച് വ്യവച്ഛേദിച്ച് മനസ്സിലാക്കുകയും പറയുകയും, അങ്ങനെ ഒരാളായിരുന്നല്ലോ സ്മരിയ പുരുഷൻ. അതുകൊണ്ട് എൻ്റെ കൂടെ ഈ കുടുംബത്തിൽ ഈ സന്ധ്യയ്ക്ക് ചേരാൻ അനുവദിച്ചതിന് എല്ലാവർക്കും എൻ്റെ നന്ദി. ഒരു പുരുഷായുസ് മുഴുവൻ ഒരു സമാജത്തിൻ്റെ സ്വപ്നങ്ങളും വേദനകളും നെടുവീർപ്പുകളും സ്നേഹപൂർവ്വം ഏറ്റുവാങ്ങി അതിനെ തൻ്റെ സ്വത്താക്കി അതിലൊരു കണിക പോലും നഷ്ടപ്പെടാതെ അവസാനം വരെ പോരാടി നിന്ന, ആയുധമെടുക്കാതെ പോരാടിയ, അങ്ങനെ വിജയശ്രീലാളിതനായ ഒരു യോദ്ധാവിനെയാണ് നമ്മളിപ്പോൾ മനോമുകുരത്തിൽ കാണേണ്ടത്. കേവലം ഒരു സഭാപിതാവെന്നുള്ള നിലയിൽ മാത്രമല്ല, ദൂരേക്ക് പായുന്ന കണ്ണുകളായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ ഓയിൽ പെയിൻറ്റിങ് അല്ലാത്ത ഫോട്ടോ എവിടെയും കാണില്ല, കണ്ണിലോട് ഒക്കെ അറിയാം. ദൂരേക്ക് 2 വഴിക്കോട്ടാണ് പോകുന്നതെന്ന് മാത്രമേ ഉള്ളൂ കണ്ണ്. ഒരു കണ്ണിങ്ങോട്ടും മറ്റേ കണ്ണ് അങ്ങോട്ടും പോകും. അത് തന്നെ ഒരു ശുഭലക്ഷണമാണ്. 2 നേരം ഇരുന്നിട്ട് ഗുണമില്ലെന്ന് നമുക്കിപ്പോൾ അറിയാം. വിശ്വാസ സംരക്ഷകൻ എന്ന ഒരു വാക്കിലൊന്ന് ഒതുക്കരുത് ഈ പുണ്യപുരുഷനെ. സഭാചരിത്ര വഴികളിൽ സത്യവിശ്വാസം സംരക്ഷിക്കാൻ ത്യാഗം സഹിച്ച, അതിനുവേണ്ടി പറയുകയും എഴുതുകയും യാത്ര ചെയ്യുകയും ഒക്കെ ചെയ്ത മഹാഗുരുക്കന്മാർ ഉണ്ടായിരുന്നു എല്ലായിടത്തും. അവർക്ക് പൊതുവെ കൊടുക്കുന്ന ഒരു വിശേഷണമാണ് വിശ്വാസ സംരക്ഷകൻ. സ്വഭാഭാസുരന് പരിശുദ്ധ പദപ്രഖ്യാപനത്തിന് വേണ്ടിയുള്ള അന്വേഷണം നടക്കുമ്പോൾ പല ഘടകങ്ങളാണ് പരിഗണിച്ചത്. അതിലൊന്നാണ് ഡിഫൻഡർ ഓഫ് ഫെയ്ത്ത് എന്നത്. വേറെ ഒരുകൂടി കാര്യങ്ങളുണ്ട്. അത് ഇപ്പോൾ നമ്മൾ ഗ്രഹിക്കുന്ന പ്രകാരം ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു വിശ്വാസം പറയുകയോ ഏറ്റുപറയുകയോ വ്യാഖ്യാനിക്കുകയോ മാത്രമല്ല, അത് ജീവിതമാണ്. വിശ്വാസം മർമ്മമാണ്. അപ്പൊ അദ്ദേഹം എന്തിനെയാ സംരക്ഷിച്ചത്? കേവലം ഒരു വിശ്വാസ സംഹിതയോ? നിങ്ങൾ പാട്ട് ചൊല്ലുമ്പം സുരവര സംഹിത എന്ന് ചൊല്ലരുത്, സംഹതി എന്നേ ചൊല്ലാവൂ. പ്രദക്ഷിണത്തിന് പോകുമ്പോഴേ സുരവര സംഹതി എന്ന് പറഞ്ഞാൽ കൂട്ടം, സംഹിത എന്ന് പറഞ്ഞാൽ നിയമം, പ്രിൻസിപ്പിൾ. ഇനി ചൊല്ലുമ്പോൾ തെറ്റാതെ ചൊല്ലിക്കോളും. മലയാളം തെറ്റിച്ച് ചൊല്ലാനുള്ള അനുവാദമൊന്നുമില്ല, ലൈസൻസ് ഇല്ല. അങ്ങനെ എന്തിനെയാണ് അദ്ദേഹം സംരക്ഷിച്ചത്? നമ്മൾ വിശ്വാസ സംരക്ഷകൻ എന്ന് പറഞ്ഞാൽ
അദ്ദേഹം എന്തിനെയാണ് പ്രൊട്ടക്റ്റ് ചെയ്തത്? ആയുസ് പര്യന്തം. അതിനൊരു അതിർത്തി പറയാൻ ഒക്കില്ല. അനായാസേന ആകുന്ന ഒരു ദീർഘപ്രയത്നം ആയിരുന്നില്ല. ആ ആയുസ് 76 വർഷമോ അധികം ജീവിച്ചില്ല. പെട്ടെന്ന് അദ്ദേഹത്തെ ഒന്ന് വിലയിരുത്താനൊന്നും ആരെക്കൊണ്ട് ഒക്കില്ല. അതുപോലെ പാരാവാരം പോലെ വിസ്തൃതമാണ് അദ്ദേഹത്തിൻ്റെ മസ്തിഷ്കവും വിശുദ്ധിയുടെ പ്രകടനപരതയില്ലാത്ത സ്ഥിതിയും. വി.സി. ശാബുവലച്ചൻ ഇവിടെ ഗുരുവായിരുന്നല്ലോ. അദ്ദേഹം ആദ്യമേ അല്ലെങ്കിലും കാലഗതിയിൽ സഭാഭാസുരൻ്റെ ഒരു ആരാധകനായി മാറിയ ആളാണ്. തുടക്കത്തിൽ അങ്ങനെ ആയിരുന്നില്ല, കാരണം അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലം അങ്ങനെയാണ്. ഇവിടെ അദ്ദേഹം ഇത് അന്വേഷിച്ചു. ഇദ്ദേഹത്തിൻ്റെ ഈ അമാനുഷമായ സിദ്ധികളുടെ ഒന്നുകൊണ്ടും അധീരമാകാത്ത സ്ഥിരമാനസനായിരിക്കുന്നതിൻ്റെ രഹസ്യം എന്തായാലും ശവോലത്തിലെല്ലാം ഇങ്ങനെ ദീർഘിച്ച് പരത്തി പറയുന്ന ഒരാളാണ്, എഴുതിയാലും പറഞ്ഞാലും. ഇപ്പോൾ ബോറടിച്ചു പോകും അദ്ദേഹം ഒരു മണിക്കൂർ സംസാരിച്ചാൽ. നിങ്ങളാന്ന് ഇപ്പോൾ തന്നെ അത്താഴം കഴിച്ച ഒരുപാട് ചിലപ്പോൾ ഉറങ്ങി പോവില്ലേ, അതുപോലെ. അദ്ദേഹത്തിൻ്റെ ഗവേഷണത്തിൽ കണ്ട കാര്യം എന്താണ്? ഗവേഷണം എന്ന് പറഞ്ഞ ഇവിടെ ഗവേഷണം നടത്തുന്നവരൊക്കെ ഇരിപ്പുണ്ടല്ലോ ഇവിടെ. പോലീസുകാരോട് ചോദിക്കാൻ പാടില്ല എന്താണ് ഗവേഷണം. നിങ്ങളോട് എന്നോട് ചോദിക്കും എന്താണ് ഗവേഷണം. പ്രിൻസിപ്പൽ ചോദിക്കുക ഇങ്ങനെ എന്നതിനെ വിളിച്ച് ഇവിടെ ഒന്ന് ഗവേഷണം എന്താണെന്ന് ചോദിക്കുക. എന്താ സഹോദരങ്ങളെ ഗവേഷണം എന്ന് പറഞ്ഞാൽ? വ്യക്തമായില്ല, എല്ലാം കൂടെ പറയുന്നുണ്ട്, പിടികിട്ടും. റിസർച്ച്, അതെനിക്കും അറിയാം. നിങ്ങളത് പശു, പശുവിനെ അന്വേഷിച്ച് പോവുക എന്നാണ് അതിൻ്റെ മൂല്യാർത്ഥം. ഗവേഷണം ഗോവിനെ. ശാമുവേലച്ചൻ്റെ ഗവേഷണത്തിൽ അദ്ദേഹം ചെന്നെത്തിയ ഒരു ബിന്ദു ഇതാണ്: പുറത്ത് കാണുന്ന ഒരു മാനമല്ല അദ്ദേഹത്തിൻ്റെ ആന്തരിക മനുഷ്യന് പ്രസരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ സഭാഭാസുരനെ ഏറ്റവും അധികം ഉള്ളുകൊണ്ട് ഉള്ളിനെ അറിഞ്ഞ 2-3 പേരേ ഉള്ളൂ. ബാക്കിയുള്ളവരെല്ലാം ഹിമാലയം കാണാൻ പോയ പോലെയാണ്. അടുത്ത് നിന്നാൽ അറിയത്തില്ല, ദൂരെ നിന്നെങ്കിലേ വലിയ പർവ്വതം കാണാൻ ഒക്കുള്ളൂ. അടുത്തില്ല, അവിടുത്തെ മണ്ണ് കാണാം. ദൂരെ നിന്നാൽ അതിൻ്റെ ഏകദേശം ഒരു രൂപം പിടിക്കും. അദ്ദേഹം പറഞ്ഞു ഇതിനെന്തോ ഒരു രഹസ്യാത്മകതയുണ്ട്, വ്യക്തമല്ല. സന്ധ്യ മയങ്ങി കഴിഞ്ഞാൽ, കുറെ കൂടി ഇരുട്ട് വ്യാപിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം വേറൊരു ലോകത്താണ്. ഏറ്റവും അടുത്ത് അദ്ദേഹത്തിൻ്റെ അന്തരംഗം കുറേയൊക്കെ വായിച്ചെടുത്ത ഒരാളാണ് മണലിലച്ചൻ. വളരെ ഏറ്റവും അടുത്ത് പ്രവർത്തിച്ച ആളാണ് പാറേട്ട് അന്ന് ഷമ്മാശൻ. രണ്ടോ മൂന്നോ പേര് കാണത്തില്ല, അത്രയും അടുത്ത് നിന്നവർ. അവർക്കൊക്കെ ഏകദേശം ഇതിനെക്കുറിച്ച് അറിയാം. ശവോലച്ചൻ എങ്ങനെ അതിച്ചും തൊട്ടു. അദ്ദേഹം പറയുന്നത് അർദ്ധരാത്രിയിൽ പ്രത്യേകിച്ച് അദ്ദേഹം വേറൊരാളായിട്ട് മാറുക. അവിടുത്തെ അന്ന് പ്രഭാതത്തിലെ തുഷാര ബിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ പ്രവഹിക്കുന്ന മെഴുനീർ തുള്ളികളുണ്ട്. അത് വീണുടഞ്ഞ മണ്ണാണിത് നിങ്ങളിരിക്കുന്നത്. ആ ചുടു കണ്ണുനീർ വീണുടഞ്ഞ മണ്ണിലിരിക്കുന്നതന്നെ ഭാഗ്യം. അത് അടുത്തുള്ളവർ പോലും അറിയരുതെന്ന് അദ്ദേഹം നിർബന്ധമായിരുന്നു. അതുകൊണ്ടാണ് പ്രകടന പരതയില്ലാത്ത ഒരു
അസാധാരണ വൈഭവമുള്ളയാൾ. അത് കപട വൈഭവമല്ല. കുമാരനാശാൻ്റെ ഒരു പ്രയോഗമാണ് കപട വൈഭവം. അത് ശീമക്കാർക്കുണ്ട്. അതാ ഇവിടെ കൊണ്ട് ഇപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നത് കപട വൈഭവം. വിഭവം ഉണ്ടെങ്കിലേ വൈഭവം ഉണ്ടാവുള്ളൂ, അതറിയാലോ. വിഭവ സമൃദ്ധിയിലാണ് വൈഭവം ഉണരുക. ഇവിടെ അദ്ദേഹത്തിൻ്റെ രഹസ്യാത്മക ജീവിതത്തെക്കുറിച്ച് ഒരു മനുഷ്യരോട് പറയാതെ പറയുകയില്ല. ഇവരാരും പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഗുരു മഹാഗുരു സെൻറ്റ് ഗ്രിഗോറിയോസ് അദ്ദേഹം മിണ്ടിയിട്ടില്ല. കുരിശി ബാവ പറയുകയില്ല. അമ്പഴത്തിരുമേനി പറയുകയില്ല. മരുന്ന് പറിക്കുമ്പോൾ തൊട്ടുപുരിയാടരുതെന്ന് പറയുന്നതിൻ്റെ രഹസ്യമല്ല, സയൻസാണ്. പച്ചമരുന്ന് പറിക്കുമ്പോൾ തൊട്ടുപുരിയാടാൻ പാടില്ല എന്ന് പറയുന്നതിൻ്റെ എന്തുവാണ്? ഈ സാധാരണ കാര്യങ്ങളിലൂടെ നമ്മുടെ ചിന്ത വളരേണ്ടത്. സ്വാർത്ഥതയാണോ? ഇതിന് പേരറിഞ്ഞു പോയാൽ വേറെ ഒരുത്തം കയറി വൈദ്യനാകും, അതറിയാതിരിക്കാൻ വേണ്ടിയാണോ? അതോ ഈ പറിക്കുന്നയാളിൻ്റെ ശബ്ദവും ആംഗ്യവും സാമീപ്യവും കൊണ്ട് അതിന് വ്യത്യാസം വരുമെന്നാണോ? പച്ചമരുന്ന് പറിച്ചെടുക്കുമ്പോൾ മിണ്ടാൻ പാടില്ല. എനിക്കറിഞ്ഞൂടെ അതിൻ്റെ പൂർണ്ണ അർത്ഥം. പക്ഷേ ഇത്തരം മഹത്തുക്കൾ അന്തരാത്മാവിൻ്റെ പ്രോജ്വലനം പതിവാക്കിയ ആളുകൾ, അവരുടെ ആ ഭാഗം, ജീവിതത്തിൻ്റെ ഭാഗം അടച്ചു വച്ചിരിക്കുക. അത് തുറന്നു നോക്കാൻ ആർക്കും ധൈര്യവുമില്ല. അതൊരു ജ്വലനമാണ്, ആർക്കും കാണാനാവാത്ത ജ്വലനം, അദൃശ്യ ജ്വലനം. സാധാരണ ജ്വലനം കാണാം, ഇത് അദൃശ്യ ജ്വലനമാണ്. അതാണ് അദ്ദേഹത്തെ പിടിച്ചു നിർത്തി ഇത്രയും വർഷം. അല്ലെങ്കിൽ ഒരൊറ്റ ആളിന് അനുകൂലികളും പ്രതികൂകളും ഇതിനകത്ത് തന്നെയുണ്ട്, പുറത്തുമുണ്ട്. എങ്ങനെ പിടിച്ചു നിന്നെന്ന് അറിഞ്ഞൂടാ. ഒരു സന്ധിയിൽ, ദശാസന്ധിയിൽ ഓനാട്ടമൽപ്പാൻ്റെ പുറത്ത് അടി വീണ കഥ നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവും. ഇവരോട് എടുത്തുണ്ടാകുന്ന രണ്ട് കയ്യിൽ പിടിച്ച ഒറ്റ അടി, മർത്തം പൊളഞ്ഞു പോയി. അയ്യോ എന്ന് വെച്ചു. അപ്പോൾ താഴെ ഇവിടെ എതിർകക്ഷികളൊന്നും തേങ്ങായിക്കൊണ്ടിരിക്കുക ഈ പറമ്പിൽ. അയ്യോ തിരുമേനി, നിൻ്റെ തിരുമേനി അങ്ങോട്ട് ചെല്ല വേണ്ട, മൽപ്പാൻ്റെ താടിക്ക് പിടിച്ച് വെട്ടാൻ ഒരുങ്ങിയിരിക്കുന്നു, പിടിച്ച് മാറ്റാൻ പോയി. ആ അടി വീണ്ടത് ഒരു മൽപ്പാൻ്റെ പുറത്ത് മാത്രമല്ല, അധർമ്മത്തിൻ്റെ സർവ ശക്തികളുടെയും പുറത്ത് ഏറ്റ അടിയായിരുന്നു അത്. ഒരാളിൻ്റെ പുറത്ത് മാത്രമല്ല. അതോടെ ഇവിടുത്തെ തേങ്ങായിടിയിൽ അവസാനിച്ചു. അതൊരു യുദ്ധപ്രഖ്യാപനമായിരുന്നു. ഒരു നിവർത്തിയില്ല. എന്ത് ചെയ്യണമെന്ന് സന്നിഗ്ധ നിമിഷമാണ്. കയ്യേറുകയാണ്. ഇത് സഭയുടെ സ്വത്ത് എന്നെ ഏൽപ്പിച്ചതാ, എങ്ങനെ കണ്ടു നിൽക്കും? സന്ധി ചെയ്യണോ? പോയി ആക്രമിക്കണോ? ഒന്നും അറിയില്ല. തീരുമാനം എടുക്കാൻ പ്രയാസം. 1 സ്പ്ലിറ്റ് സെക്കൻഡ് മുറി കയറി ചൂരോടി എടുത്ത് ഒരൊറ്റ അടി. അദ്ദേഹം കണ്ട സൊല്യൂഷൻ അതാണ്. അത് ഫലം കണ്ടു. അതിനെക്കുറിച്ച് പിന്നെ അദ്ദേഹം ഒന്നും പറഞ്ഞു കേട്ടിട്ടില്ല. അതിനെക്കുറിച്ച് അടിക്കാൻ ഇഷ്ടമുണ്ടായിട്ടല്ല. പരിമലത്തിനുമേനി ഒരു വൈദികനെ അടിച്ച കഥയൊക്കെ എവിടെയെങ്കിലും കാറ്റ് കേട്ടു. എന്തോ അനാവശ്യം പറയുക, ഒറ്റ അടി വെച്ച് കൊടുത്തു. പിന്നെ അച്ഛനെ വരുത്തി അവിടെ കുമ്പസാരിപ്പിച്ചു. അച്ഛനെ കുമ്പസാരിച്ച് പിറ്റേ ദിവസം കുർബാന അലിച്ച് കുർബാന ആലോചിച്ചു പരിമലത്തിനുമേ. അത് വേറൊരു ജനൂസാണ്, നമുക്കത് മനസ്സിലാവില്ല. ഇല്ല, അത് ഉറക്കം വരികയില്ലേ. ഇപ്പം ഈ ഒരൊറ്റയാൾ നിന്നുകൊണ്ട് ഒരു വലിയ പ്രസ്ഥാനത്തെ, അതിന് സമരമെന്നോ സ്വാതന്ത്ര്യ സമരമെന്നോ, ഞാൻ ആ വാക്കുകൾ അധികം യോജിക്കുന്നില്ല. കാരണം ഇവിടെ ഉണ്ടായിരുന്ന സ്വാതന്ത്ര്യം കുറേ സാമ്യം കാണുന്നത്. ഞാൻ പഠിച്ചും ഗവേഷണമൊന്നും അല്ല പറയുന്നത് കേട്ടോ, ഒരു പ്രിപ്പറേഷനും ഇല്ല, ചുമ്മാ പറയുകയാണ്. ഇന്ന് സിനഡായിരുന്നു, ആലോചിക്കാൻ പോലും നേരമില്ല. അദ്ദേഹത്തിനെ കൂടെ അല്പം സീനിയറാണ്, അല്ല ഗാന്ധിജിയേക്കാൾ അല്പം സീനിയറാണ് വട്ടശ്ശേരിത്തിന് പ്രായത്തിൽ. ഏകദേശം കുറേ സമയം അവർ ഒരേ കാലയളവിൽ ജീവിച്ചവരാണ്. ഇവരെ തമ്മിൽ മനസ്സിലൊന്ന് താരതമ്യപ്പെടുത്തി നോക്കണം.
ഗാന്ധിജി, ഇവിടെ സഭാഭാസുരൻ ജി. വേണമെങ്കിൽ ഗാന്ധിക്കും ഒരു സായുധ വിപ്ലവത്തിന് നേതൃത്വം കൊടുക്കാമായിരുന്നല്ലോ. സൗത്ത് ആഫ്രിക്കയിൽ വെച്ച് ട്രെയിനിൽ നിന്ന് ഇറങ്ങണ പുറത്ത് തള്ളിയിട്ടിട്ട് ആ വലിയ ക്രൂരമായ അസഹനീയമായ വീറ്റലാണ് മനസ്സിൽ. താഴെ വീണതിൻ്റെ വേദനയല്ല, മനുഷ്യത്തിലേക്കുന്ന ഞാനും മനുഷ്യനല്ലേ, ഞാനൊരു വക്കീലാണ്, ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് എൻ്റെ കയ്യിലുണ്ട്, എന്നെ തള്ളിയിടാൻ ആരാ എന്നുള്ള മനസ്സിലുണ്ട്. പക്ഷേ വർണ്ണവിവേചനം ഉള്ള കാലമായതുകൊണ്ട് മിണ്ടാനൊക്കില്ല. അത് മനസ്സിൽ കൊടുത്ത വലിയ ഒരു സ്ഥായി ഭാവമുണ്ട് ഗാന്ധിജിക്ക്. തുടക്കത്തിലൊന്നും ഗാന്ധി നമ്മൾ ഈ ഒടുവിൽ കാണുന്ന ഗാന്ധിയൊന്നുമല്ല. ഗാന്ധിയുടെ അഡോളസൻ കാലത്ത് വേറൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം. പിന്നെ അദ്ദേഹത്തിന് ചില പ്രതിജ്ഞകളുണ്ടായി ജീവിതത്തിൽ, ശപഥങ്ങൾ എന്ന് തന്നെ പറയണം. ഒരു നിസ്സാര കാര്യമാണ്, വേറെ ഒത്തിരി ശബ്ദമുണ്ടായിരുന്നു. സന്യാസിയാണ്, വിവാഹം കഴിച്ച് പിന്നെ സന്യാസിയായ ആളാണ് ഗാന്ധി. ഇത് ആയുഷ്കാല സന്യാസിയാണിത്. ഉപ്പു സത്യാഗ്രഹമൊക്കെ നടക്കുക കാലത്ത് കസ്തൂർബ ഇങ്ങനെ ടോണ്ടി ചെയ്യും ഗാന്ധിയെ. സോക്രട്ടീസിൻ്റെ കഥയൊക്കെ കേട്ടിട്ടില്ലേ? സോക്രട്ടീസിൻ്റെ ഭാര്യയ്ക്ക് നാക്കിന് ഭയങ്കര നീളമായില്ല പറയും, എപ്പോഴും കുറ്റം പറയും. ഈ മനുഷ്യ ഫിലോസഫറ ഇങ്ങനെ ഇരിക്കും, ആകാശഗംഗയെ നോക്കി ഇങ്ങനെ ഇരിക്കും, മിണ്ടുകയല്ല. ഇവരെന്നെ പറഞ്ഞാൽ ഇടിച്ചാൽ കുത്തിയരിയ മനുഷ്യൻ കല്ലുപോലെ അവിടെ ഇരിക്കും. അവരൊന്നും എന്തൊക്കെയോ ശകാരിച്ചു. അപ്പോൾ പിള്ളേരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക സോക്രട്ടീസ്, ശിഷ്യന്മാർ ഇരുന്നു കൊണ്ട്. ദേഷ്യം ഒരു കുടം വെള്ളം കൊണ്ട് ഇയാളുടെ തലയിലോട്ടൊക്കെ ഒഴിച്ചു. എന്നിട്ട് ശാന്തനാ പൊഴിഞ്ഞു. ഇടി മുഴങ്ങിയപ്പോഴേ ഞാൻ വിചാരിച്ച് പുറകെ മഴ കാണുമെന്ന്. ഒരനുഭവം ഇല്ല. ഇങ്ങനെ ആകാമോ മനുഷ്യന്? ഒരു പ്രതികരണവും ഇല്ലേ? പ്രതികരണം എന്നുള്ളതിന് എന്താ നിർവചനം? കരണം പ്രവൃത്തിയാണ്. ഉപ്പിൻ്റെ കാര്യമാണ് പറഞ്ഞു വന്നത്. ഇപ്പോൾ കസ്തൂർബ പറഞ്ഞു, ഉപ്പില്ലാതെ എങ്ങനെയാണ് വല്ലതും കഴിക്കുന്നത്? നിങ്ങളിങ്ങനെ പറഞ്ഞോട്ട് നടന്നാൽ മതി. അതേറ്റു. അന്ന് ശബ്ദം ചെയ്ത് ഇനി മരിക്കുന്നവരെ ഉപ്പ് ഉപയോഗിക്കില്ല. നിങ്ങൾക്കറിയാമോ, ഗാന്ധി മരിക്കുന്നവരെ ഉപ്പ് ഉപയോഗിച്ചിട്ടില്ല. പിന്നെ ആരോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഒരു മനുഷ്യന് ശപഥം ചെയ്താൽ അതിൻ്റെ വേറൊരു പതിപ്പായി പുറകിലത്തെ കളഞ്ഞാൽ അങ്ങോട്ട് ചൂണ്ടുക. എനിക്കതിന് അവകാശമില്ലെങ്കിൽ ശപഥം ചെയ്തിട്ട് ഭാരതീയരായ ലക്ഷക്കണക്കിന് ആളുകളെ ഹൃദയത്തിലേറ്റി, നെഞ്ചിലേറ്റി. പിന്നീട് അദ്ദേഹം പറഞ്ഞു, ഇഫ് യു വാണ്ട് ടു നോ വാട്ട് ഇന്ത്യ ഈസ്, ഇന്ത്യയെ അറിയിക്കണമെങ്കിൽ ഗോ ടു ദ വില്ലേജസ്, നോട്ട് ടു ദ വൈസ്രോയിസ് ബംഗ്ലാ. ഇഫ് യു വാണ്ട് ടു നോ വാട്ട് ഓർ ഹൂ ഈസ് ഇന്ത്യ, ഗോ ടു ഹെർ വില്ലേജസ് എന്ന് പറഞ്ഞ ആൾ. കാരണം അറിയാം, വില്ലേജ് ലൈഫിനെ കുറിച്ച് അറിയാം. തിയറി അല്ല ഈ പറയുന്നത്. എന്തെങ്കിലും ഒരു പരിഷ്കാരം, ഡെവലപ്മെൻ്റ് എന്നിപ്പം മന്ത്രിമാരെല്ലാം ഇങ്ങനെ പറഞ്ഞു നടക്കല്ലേ. ഇലക്ഷൻ വരുമ്പോൾ ഡെവലപ്മെൻ്റ് കൂടും, പണിയുക ഇടിഞ്ഞു വീഴുക, പിന്നെ പണിയുക ഇടിഞ്ഞു വീഴുക. ഒരു കാർട്ടൂൺ ഉണ്ടായിരുന്നു, നമ്മുടെ മരിച്ച കാർട്ടൂണിസ്റ്റിൻ്റെ പേരാണ് ഓർത്തഡോക്സുകാരൻ യേശുദാസ്. അപ്പോൾ അദ്ദേഹം അവിടെ എറണാകുളത്തിൽ പാലം ഉദ്ഘാടനം ചെയ്ത് തകർന്നതിനെ കുറിച്ച് ഒരു കാർട്ടൂൺ വരച്ചു. കാർട്ടൂണിസ്റ്റ് യേശുദാസ് ഒരു പശുവിനെ അവിടെ കൊണ്ട് നിർത്തിച്ചു. അപ്പോൾ കോൺട്രാക്ടർ പശുവിന് പോയി, ഇതേലെങ്കിലും ചാണകം കൊടുക്കുക, മൂത്രം ഒഴുകുക ചെയ്യരുത്, ഈ ബില്ലൊന്ന് മാറി എടുത്തോട്ടെ, പിന്നെ എന്നാ വേണേ ചെയ്യും. അത് വെറും ഹാസ്യമല്ല. സഭാഭാസുരന് ഇങ്ങനെ ചില ശപഥങ്ങൾ, നമ്മൾ അറിയാത്ത ശപഥങ്ങളുണ്ടായിരുന്നു. ശപഥമെടുക്കുന്ന ആൾ മാത്രമേ മുനിയാകുകയുള്ളൂ, യോഗിയാകുകയുള്ളൂ. യോഗ എന്ന് പറഞ്ഞാൽ കൂട്ടിമുട്ടിക്കുന്നതാണല്ലോ, അറിയാമല്ലോ, യൂണിയൻ. അപ്പോൾ ഏതോ ദൃശ്യവും അദൃശ്യവും തമ്മിലുള്ള ഒരു
ആത്മബന്ധം മാത്രം അലിംഗനം, ദൃശ്യവും അദൃശ്യവും തമ്മിലുള്ള അലിംഗനം, അത് ഈ രണ്ട് പേരിലും കാണാം. ദൃശ്യത്തെക്കുറിച്ച് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. യഥാർത്ഥ സന്യാസ ഗുരുവിൻ്റെ പാദം തൊട്ട് വണങ്ങുന്ന എന്തിനാന്ന് ചോദിച്ചാൽ പറയും, ഞാൻ ഈ പാദം മാത്രമേ കാണുന്നുള്ളൂ, ബാക്കി എനിക്ക് അദൃശ്യമാണ്, അതുകൊണ്ട് ഞാൻ പാദം തൊട്ട് വണങ്ങും. ഇത്തരം ഭാഷയൊന്നും നമുക്ക് ദഹിക്കുകയില്ല. ഗാന്ധിയെയും ഭാസുരനെയും അപ്പുറം ഇപ്പുറം വെച്ച് നമ്മുടെ മനസ്സിലൊന്ന് ഓമനിച്ചാൽ, രണ്ടുപേരും വലിയൊരു പ്രസ്ഥാനം കൊണ്ട് അവർ തന്നെ പ്രസ്ഥാനമായി മാറും. ചരിത്ര സെമിനാർ എന്ന് പറഞ്ഞാൽ സെമിനാർ ചരിത്രമാകുമോ? ചരിത്രത്തെ ബേസ് ചെയ്തുള്ള സെമിനാർ നടക്കുന്ന സ്ഥലമാണല്ലോ സെമിനാരി. വ്യക്തി ചരിത്രമാകുന്നു, ചരിത്രത്തിൻ്റെ വിധാതാവാകും, നിർമ്മാതാവാകും. അവിടെ ആ ചരിത്രം തുടങ്ങുന്നത്. അപ്പോൾ ഒരു ജനതയെ കൂട്ടിയിറക്കി. ഇന്ത്യയിലും ഗാന്ധിയുടെ ആശയത്തോട് യോജിക്കുന്നവരും യോജിക്കാത്തവരും ഉണ്ടായിരുന്നു. അദ്ദേഹം അങ്ങനെയല്ലേ വെടിവെച്ച് കൊന്നത്, സ്വാഭാവിക മരണമല്ലല്ലോ. ഇദ്ദേഹത്തിന് ശത്രുക്കളുണ്ടായിരുന്നു അകത്തും പുറത്തും, സ്വൈര്യം കൊടുക്കുകയല്ലേ. അപ്പോൾ ഇതിന് രണ്ടുപേര് ഈ പ്രസ്ഥാനവുമായിട്ട് മുമ്പോട്ട് പോയി. അതിനിടയ്ക്ക് ജയിലിൽ കൊണ്ടിടുന്നതോ ഇപ്പുറത്ത് മുടക്കുന്നതോ ഒന്നും ഒരു കഥയുമില്ല. കഥയുള്ള മനുഷ്യർക്ക് കാരാഗ്രഹം പൂമത്തയാകും. നമ്മുടെ നേതൃമാന്യന്മാർ ലൈൻ നിൽക്കുക കാരാഗ്രഹത്തിൽ പോകാൻ വേണ്ടി, നമ്മുടെ നേതാക്കൾ ജയിലിൽ പോകാൻ വേണ്ടി. അതിനൊരു അപവാദമായി കാണണം. പലരും അവർ തന്നെ സൃഷ്ടിക്കുന്ന ചെറിയ ലോകമാകുന്ന തടവറയിലാണ്. അതിലുള്ള മുക്തി അതാണ് ഈ രണ്ടുപേരും ഉപദേശിച്ചത്. ഇന്ത്യയുടെ ആത്മാവിനെ കണ്ടെത്തി. പിന്നെ ഇദ്ദേഹം തന്നെ നെഹ്റുവിനെ വളരെ പ്രശംസിച്ച് പറഞ്ഞ ആളെ ഏറ്റവും നല്ല ആളാണെന്നൊക്കെ പറഞ്ഞു. ഏറ്റവും ഗാന്ധി പ്രശംസിച്ചിട്ടുണ്ടെങ്കിൽ നെഹ്റുവിനെ ഉള്ളൂ. അപ്പോൾ അതിങ്ങനെ അദ്ദേഹം കൊണ്ടുനടന്ന ഒരു ജീവിതത്തിൽ പകുതി കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾ മാറി. ഗാന്ധി പഴയ ആളല്ല, ആ ശുണ്ഠിയായിരുന്നു ചെറുപ്പത്തിൽ. അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് എനിക്കറിയാൻ വയ്യ. ഭാസുരൻ എന്നാൽ നമ്മൾ അറിയുന്ന പ്രകാരം സൂര്യനാണ്. അതെ നോക്കിയാൽ കണ്ണഞ്ചി പോവും. സൂര്യനെ ഒന്നേ നോക്കുകയുള്ളൂ, രണ്ടാമത് നോക്കാൻ കണ്ണ് തുറക്കാൻ നോക്കുകയില്ല. അതാണ് ഭാസുരൻ്റെ ഭാസ്. ശോഭയാണ്, വെളിച്ചമാണ്. അതാ ഞാൻ ചോദിച്ചത്, ദീപം തെളിയിക്കുകയാണോ തിരി തെളിയിക്കുകയാണോ? അപ്പോൾ നിങ്ങളുടെ തലയിൽ ഏതാണ്ടൊക്കെ നനങ്ങി അങ്ങനെ ചോദ്യം കേട്ടിട്ടാ ഇങ്ങനെയുണ്ടോ പരിപാടി? ദീപമാണെങ്കിൽ പിന്നെ ദീപം വർദ്ധിപ്പിച്ചാൽ പോരെ, തെളിയിക്കണോ? കന്യമാരെഴുന്നേറ്റ് ഞങ്ങളെ വിളക്ക് തെളിയിച്ചു എന്നല്ലേ പരിഭാഷ. അപ്പോൾ ഈ രണ്ടുപേരും ഒരു ജനതയുടെ വിലങ്ങുകളെ തകർത്ത് കളയാൻ വേണ്ടി ആയുധമെടുക്കാതെ എന്ത് ചെയ്യാൻ. ഇപ്പോൾ സുഭാഷ് ചന്ദ്രബോസിൻ്റെ ചരിത്രമൊക്കെ ചരിച്ചു. അവർക്ക് ആയുധമെടുക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചവരാണ്. നേതാജി സുഭാഷ് ചന്ദ്രബോസ് ബർമ്മയിലൊക്കെ പോയി ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം സംഘടിപ്പിക്കാൻ നോക്കുന്നവരാണ്. ഗാന്ധി ഇവിടെ ഈ മണ്ണിൽ തന്നെ ചവിട്ടി നിന്നുകൊണ്ട് ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലാകും. നിൻ്റെ കാലിലെ ചെരുപ്പ് അരച്ച് കളയുക, ഈ നിൽക്കുന്ന ഭൂമി പരിശുദ്ധമാണെന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? വേദശാസ്ത്രം പഠിക്കുന്നവരല്ലേ? ഇഗോസി വെച്ചവർ നിങ്ങൾ വലിയ ഗുരുവല്ലേ, ന്യായപ്രമാണത്തിൻ്റെ ടീച്ചറല്ലേ, ഇതറിയാൻ വയ്യ ദേശകൃത്വം ചോദിച്ചു. എന്താണ് അതിൻ്റെ അർത്ഥം? കാലിലെ ചെരുപ്പൊക്കെ മാറ്റി മണ്ണിൽ നിൽക്കാൻ പറഞ്ഞു. വൈ എനിക്കറിയാൻ വയ്യ, നിങ്ങൾ കരിങ്ങാട്ടിലച്ചോട് ചോദിച്ചാൽ മതി, അദ്ദേഹം പറയും. അതും അല്ലെങ്കിൽ ജോസിയോടെ വെളിപ്പെടുത്തിയിരിപ്പുണ്ട്. അതിനൊരു അർത്ഥമില്ലേ? നമ്മളൊരർത്ഥം കൊടുക്കണം. ഇല്ലേ പതിനേലെ അച്ഛനോട് ചോദിച്ചാൽ മതി, പറയും. ഈ ഭൂമിയിൽ സ്പർശിച്ച് നിൽക്കൂ. ഇതിൻ്റെ റിയാലിറ്റീസ് അവിടെ. പുട്ടി എറിയ ടു ദ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാം കേൾക്കണം.
എല്ലാ ശബ്ദവും കേൾക്കാൻ കുട്ടി റിയേഴ്സ് ടു ദ ഗ്രൗണ്ട്. അതാ ഈ ഭൂമി ചവിട്ടി നിൽക്കും. ഇവിടുത്തെ യാഥാർത്ഥ്യങ്ങളെ നിങ്ങൾ തിരിച്ചു പോയിക്കില്ല. അച്ഛൻ എന്നാ ചെരിപ്പിട്ട് പള്ളിക്ക് പോയപ്പോൾ അതിന് വേറെ അർത്ഥമാണ്. ഈ ഭൂമിയിൽ ചവിട്ടി നിന്നുകൊണ്ട് ഈ മണ്ണിനെ അറിഞ്ഞ്, ഗ്രാമങ്ങളെ അറിഞ്ഞ്, ഗ്രാമങ്ങളിലെ ഇല്ലായ്മയും വല്ലായ്മയും അറിഞ്ഞ്, കപട വൈഭവത്തെ തിരിച്ചറിഞ്ഞ് അതിനെ പ്രതിരോധിക്കാൻ ഒരു പുതിയ മാർഗം. ചരിത്രത്തിലൊന്നും കാണുകയില്ല ഇങ്ങനെ ഒരു റെസിസ്റ്റൻസ്. സൗത്ത് ആഫ്രിക്കയിലെ മണ്ടേലയുടെ കഥയുണ്ട്. ഇത്രയും വരുന്നില്ല അത്. എന്നാൽ ഇങ്ങനെ ആയുധമെടുക്കാതെ ഒരു വലിയ പ്രസ്ഥാനത്തെ കൊണ്ടൊരു കടവിലെത്തിക്കുക എന്ന് പറഞ്ഞാൽ കേവലം അതിനെ സ്വപ്ന സാക്ഷാത്കാരമെന്ന് പറഞ്ഞ് ഒതുക്കിക്കളയരുത്. ഒരു ജനതയുടെ മുഴുവൻ വീർപ്പുകളും നെടുവീർപ്പുകളും സ്വപ്നങ്ങളും വേദനകളും സ്വാതന്ത്ര്യ അഭിവാഞ്ഛയും എല്ലാം സ്വന്തം തോളിലേറ്റിക്കൊണ്ട് ഈ രണ്ടുപേരും ഇന്ന് സ്മരണീയനായ വിശുദ്ധൻ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ശത്രുക്കളില്ലായിരുന്ന അനായാസമാണ് കുറേ ഗ്രന്ഥമൊക്കെ ചമച്ചായിരുന്നു. ഇപ്പോൾ ആകോട് വർണ്ണമായിട്ടേ കിട്ടിയിട്ടുള്ളൂ. ഇത്രയും പടവെട്ടുകയാണ്, മനസ്സിലൂടെയാണ് സഞ്ചാരം. പുണ്യ പുരുഷന്മാർ, മുനിമാർ എവിടെയാണ് സഞ്ചരിക്കുന്നത്? മനസ്സിലൂടെയുള്ള പ്രയാണമാണ് ഏറ്റവും ദീർഘമായ പ്രയാണം. മഹർഷിമാരുടെ പ്രയാണം മനസ്സിലൂടെയാണ്. ഇവർ രണ്ടുപേരും മനസ്സിലൂടെ പ്രയാണം ചെയ്ത മഹത്തുക്കളാണ്. മരണം വരെയുള്ള അദ്ദേഹത്തിൻ്റെ ഈ പുണ്യപുരുഷൻ്റെ വലിയ കൺസേൺ എന്ന് പറയുന്നത് എല്ലാവരും ഒന്നിച്ചു നിൽക്കണം. അദ്ദേഹത്തിൻ്റെ ഭരണഘടന ഉണ്ടാകുന്ന സമയത്തൊക്കെയുള്ള പ്രസ്താവനകളും ആർഗ്യുമെൻറ്റ്സും ഒക്കെ ഇതാണ്. രണ്ട് ഒരുമിച്ച് നിൽക്കണം, ഒന്ന് മതി. അത് കഴിഞ്ഞിട്ടും പറഞ്ഞു, ഈ പൊട്ടിപ്പൊളിഞ്ഞു പോയവരുണ്ടല്ലോ, പിന്നെ അവർ നവീകരണക്കാരുണ്ട്, റീതിപ്പുകൾ, ഒരു ഫെഡറേഷൻ പോലെ നിങ്ങളുടെ പാരമ്പര്യം നിന്നോ, പക്ഷേ ഒരൈക്യം ഇൻ സം വേ, സം ഫോം, അതുപോലും ചിന്തിച്ച, മുമ്പോട്ട് നോക്കി ചിന്തിച്ചതാണ്. പിന്നെ അദ്ദേഹത്തിന് നമുക്ക് കിട്ടുന്ന പോലുള്ള തിയോളജിക്കൽ സ്റ്റാഫിൻ്റെ അവൈലബിലിറ്റി ഒന്നും ഇല്ലെന്ന് ആ പ്രായയുടെ ചരിത്രവും സുറിയാനി പിതാക്കന്മാർ ഇതിലൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്നിട്ടും ഇന്നത്തെ പോലെ വലിയ ഗവേഷണം ഒന്നുമില്ല. വളരെ പരിമിതമായ സുറിയാനി പാരമ്പര്യത്തിൻ്റെ വിഹായസിൽ പറക്കാനല്ലാതെ ഒന്നും അപ്പുറത്തോട്ടില്ല. ഇംഗ്ലീഷ് പഠിച്ചതിൻ്റെ സ്വന്തം പരിശ്രമം കൊണ്ടാണ് ഇംഗ്ലീഷ് പഠിച്ചത്. കോളേജിൽ പോയി പഠിച്ചതല്ല. ഇദ്ദേഹം സ്വന്തം പരിശ്രമം കൊണ്ടൊരു ലാംഗ്വേജ് പഠിച്ച് നല്ല ഭംഗിയായിട്ട് എഴുതുക എന്ന് പറഞ്ഞാൽ അത് ചരിത്രമാണത്. അപ്പോൾ എതിർത്തവരുണ്ട്, കൊല്ലാൻ ശ്രമിച്ചവരുണ്ട്, അതൊക്കെ ചരിത്രം. അതൊന്നും പറയാനല്ല ഞാനിവിടെ ഇരിക്കുന്നത്. അവരോട് പോലും ഒരു വിദ്വേഷമില്ലാതെ എവിടെയെങ്കിലും കാണിക്കാമോ വടചേരിയുടെ മൊഴികളിലോ പള്ളിപ്രസംഗങ്ങളിലോ വലിയ മീറ്റിങ്ങിലെ പ്രസംഗത്തിലോ ഒന്നും ഒരാളിനെതിരായിട്ട് പോലും ഒരു ശാപവാക്കോ ആരെയെങ്കിലും കൊച്ചാക്കുന്ന രീതിയിലുള്ള ഭാഷാപ്രയോഗമോ ഒന്നും കാണില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ വലിയ യഥാർത്ഥ വൈഭവം. ഗാന്ധിയും അങ്ങനെ തന്നെ ഇത്ര നാൾ തടവി പിടിച്ചിട്ടു, ജയിലിൽ കിടക്കും, എഴുതും, വായിക്കും, ആരോടും വൈരാഗ്യമില്ല, തടവിലിട്ടവരോടും വൈരാഗ്യമില്ല. ഈ അസാധാരണ മനസ്ഥിതി ഈ രണ്ടു പേർക്കും ഉണ്ടായിരുന്നു. ഏറ്റവും അധികം ദ്രോഹിച്ചവരെ കുറിച്ച് പോലും ഭാരതത്തെ ലൂട്ട് ചെയ്തതാണ് ബ്രിട്ടീഷുകാർ. ബ്രിട്ടീഷുകാർ മാത്രം അതിന് പുറകെ ഉള്ളവർ അത്രയും ചെയ്തിട്ടില്ല. ഏറ്റവും അധികം ലൂട്ട് ചെയ്തത് ഇംഗ്ലീഷുകാരാണ്. അങ്ങനെയാണ് നമ്മുടെ ഡിക്ഷണറിയിൽ ലൂട്ട് എന്നുള്ളത് ഹിന്ദി വാക്കാണ് ലൂട്ട്. അത് ഇംഗ്ലീഷ് ഭാഷയിൽ കുടിയേറിയത് ഇങ്ങനെയാണ്, ഇവർ ലൂട്ട് ചെയ്തുകൊണ്ട് പോയതുകൊണ്ട്. അതുകൊണ്ട് ഇന്ത്യ ദരിദ്രമായി. സമ്പന്നമായിരുന്ന പല രാജ്യങ്ങളായിരുന്നു, തമ്മിൽ കലഹമുണ്ടായതൊക്കെ ശരിയാണ്. പക്ഷേ അതീവ സമ്പന്നമായ വിഭവസമൃദ്ധമായ ഒരു ഭൂപ്രദേശമായിരുന്നു ഭാരതം. അതിനെ ലൂട്ട് ചെയ്ത് ഒന്നുമില്ലാതാക്കി ഇവിടുത്തെ വ്യവസായവും തകർത്ത്, കൃഷിയും തകർത്ത്,
ഒന്നുമില്ലാതെ പരമദരിദ്ര നാരായണരായി വെച്ചിട്ട് പോയവരാണ് ഇംഗ്ലീഷുകാർ. ശശി തരൂർ ഇതിനെക്കുറിച്ചൊക്കെ എഴുതും കേട്ടോ, ധാരാളം എഴുതും, പറയുകയും ചെയ്യും. കാസ്റ്റിനെ പ്രോത്സാഹിപ്പിച്ചു നിന്ന് പഴയ്ക്കാൻ വേണ്ടി. ബംഗാൾ വിഭജനമൊക്കെ ഇങ്ങനെ ഒത്തിരി അറിയാം. ശശി തരൂർ എവിടെയോ ഒരു ലേഖനം, പണ്ട് അദ്ദേഹം ഇന്ത്യ വരുന്നതിന് മുമ്പ് തന്നെ അന്നോട്ടെ ലേഖനം എഴുതുമായിരുന്നു, സ്ഥിരം കോളം എഴുതായിരുന്നു ഇന്ത്യൻ എക്സ്പ്രസ്സിൽ. അവർ അവിടെ എഴുതി, കാസ്റ്റൊന്നും ഇല്ല, പക്ഷേ വി കാസ്റ്റ് അവർ വോട്ട്സ് ഓൺ കാസ്റ്റ് ലൈൻസ്. വി ഇന്ത്യൻസ് കാസ്റ്റ് അവർ വോട്ട് ഓൺ കാസ്റ്റ് ലൈൻസ് ഇല്ലെന്നൊക്കെ പറയുന്നത്. പക്ഷേ കാസ്റ്റ് നോക്കിയാണ് പ്രചരണം, കാസ്റ്റ് നോക്കിയാണ് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നത്, സ്ഥാനാർത്ഥിയാണ് മന്ത്രിയാക്കുന്നത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ചുമ്മാതെ മന്ത്രിയാക്കുന്നത്, ഓരോ വിഭാഗത്തിൻ്റെ പ്രതിനിധികളെ ആക്കുന്നത്. ഇന്ന് നാളെ അതെല്ലാം ചെയ്യും, നോക്കും. പക്ഷെ അങ്ങനെയുള്ള വെറും ധാരണ ഒരു മനസ്ഥിതി അല്ല ഈ രണ്ട് പേരിലും കാണും. അവരുടെ ചിന്താമുഖരം വളരെ വിസ്തൃതമാണ്. ഡൽഹിയിൽ 47 ആഘോഷം നടക്കുമ്പോൾ ഈ മനുഷ്യൻ എവിടാ? ബംഗാളിൽ കലഹം നടക്കുന്ന ഇടയ്ക്ക് പോയി അയ്യോ എന്ന് പറഞ്ഞ് അവരുടെ കൂടെ കരയാൻ, അടികൊണ്ടവരെ കൂടെ താമസിപ്പിക്കാൻ ഈ വൃദ്ധൻ പോയിരിക്കുകയാണ് നവഖാലിയിൽ, ബംഗാളിൽ. മഞ്ഞിനിക്കര കാലം ചെയ്ത പാത്രിയാർക്കീസ് അദ്ദേഹം അത് പലകടത്താമ്പലത്തെ അവിടെ പോയി. ശല്യമെന്ന് അറിഞ്ഞപ്പോഴേ അവർ വിലപിടിപ്പുള്ളതെല്ലാം മാറ്റി കുന്നംകുളത്തിന് കൊണ്ടുപോയി. അതാണ് ചരിത്രം. പനക്കൽ തറവാട്ടിൽ കൊണ്ടുവച്ച് പൂട്ടി. ഇതാരും ചോദിച്ചില്ല അത്. അപ്പോൾ പറഞ്ഞ് ഇതിവിടെ അല്ല സംസ്കരിക്കേണ്ടത്, കോട്ടയത്താണ്. അതൊക്കെ ഇവിടെ വെച്ചാൽ അല്ലെങ്കിൽ ഇവിടുത്തെ സഭാതലവൻ്റെ ആജ്ഞ അനുസരിച്ച് ചെയ്തോണം. അവരൊട്ടു കൊടുത്തില്ല, മിണ്ടാതിങ്ങി പോകുന്നു. പ്രാർത്ഥന നടത്തിയിട്ട് തിരിച്ചു പോകുന്നു. അതാ സഭാഭാസുരൻ്റെ മനസ്സ്. നമുക്കാകുമോ, നിങ്ങൾക്കാകുമോ സഭാഭാസുരൻ്റെ മനസ്സ് വായിക്കാൻ? ഈ ആയുസ്സിൽ പറ്റുമെന്ന് തോന്നുന്നില്ല. അത്ര സങ്കീർണവും സരളവുമാണ്. ഒരേ സമയം സങ്കീർണവും സരളവുമാണ് ആ മനസ്സ്. കടുകട്ടിയുള്ള മനസ്സാണ് ഉരുകുന്നതുമാണ്. അലിവുള്ള മനസ്സാണ് കാര്യരമ്പിൻ്റെ കട്ടിയുള്ളത്. രണ്ടും ഒന്നിച്ചു പോകുമോ? പ്രാവിനെ പല ബുദ്ധി, ബാക്കി എന്നാ? അതൊന്നിച്ചു പോകുമോ? അറിവും വിനയവും ഒന്നിച്ചു പോകുമോ? എന്താ പറയുന്നത് പ്രിൻസിപ്പൽ അച്ഛൻ? അറിവും വിനയവും ഒന്നിച്ചു പോകുമോ? ഈ രണ്ടു പേരിലും കാണുന്ന ഒരു മഹാഗുണമാണ് വിനയം. നമ്മുടെ പ്രാർത്ഥന പുസ്തകം സാക്ഷി. അങ്ങനെയാണ് വ്യാഴാഴ്ചത്തെ ദേശീയ പ്രാർത്ഥനയിൽ പാമ്പക്കടയ്ക്കകത്ത് വിനയത്തോടുകൂടിയുള്ള അറിവ് എന്നിൽ സ്ഥാപിക്കണം എന്ന് തന്നെ പോയി നോക്കിക്കോ ഉണ്ടോന്ന്. പ്രായം കൊണ്ട് ഞാൻ മറന്നുപോകും. വിനയത്തോടുകൂടിയുള്ള അറിവ് എന്നിൽ സ്ഥാപിക്കണം. ഇത്ര അസാധാരണമായ വാക്യങ്ങളൊക്കെ നമ്മുടെ ദേശീയ പ്രാർത്ഥനയിൽ കിടപ്പുണ്ട്. ഹൃദയധൂപം ഒരു പദമാണ്. ഇത് കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു വാക്ക്? ഹൃദയം ആകുന്ന അല്ലെ ഹൃദയം കൊണ്ട് അർപ്പിക്കുന്ന ധൂപത്തെ നമ്മുടെ ദേശീയ പ്രാർത്ഥനയിൽ ഹൃദയധൂപം എന്ന് എഴുതിയിരിക്കുന്നു. വണ്ടർഫുൾ. ഞാനിത് വായിച്ച് അന്തിച്ചു പോയിട്ടുണ്ട്. എങ്ങനെ കിട്ടി ഈ വാക്കൊക്കെ? അപ്പോൾ അറിവുള്ളവൻ്റെ ലക്ഷണമാണ് വിനയം. ഫലം കൂടുതലുള്ളത് ചാഞ്ഞു വരും. ഈ രണ്ടു പേരിൽ ഇതാ കാണുന്നത്. നല്ലതുപോലെ അറിവ്, ചിന്തയുമുണ്ട്, അറിവുമുണ്ട്. അതുകൊണ്ട് അഹംഭാവമില്ല, വിനയം കൂടി വരും. ദൈവത്തിൻ്റെ സ്വഭാവമാണ് വിനയം. അതിനാ തിരുമേനിയെ കൂടെ കൊണ്ടുവന്ന് സമയം ഓർപ്പിക്കണം. അതുകൊണ്ട് ഈ രണ്ട് മഹാപുരുഷന്മാർ രണ്ട് വലിയ പ്രസ്ഥാനങ്ങളെ ഇങ്ങനെ മുമ്പോട്ട് അതിന് എന്നാ വിശേഷം തീരെ വന്നോ നിങ്ങൾ എന്നാ ഇവിടെ പറഞ്ഞു, മുമ്പോട്ട് നയിച്ചയാളാണ്. ഭയപ്പെടാതെ, പരാജയം സമ്മതിക്കാതെ, ആയുധമെടുക്കാതെ, ആരെയും ദ്രോഹിക്കാതെ, പുലഭ്യം പറയാതെ, അവസാനം വരെ മഹാമേരു പോലെ നിന്ന രണ്ട് ജേതാക്കൾ. ഇന്നും ആ സ്പന്ദിക്കുന്ന ഓർമ്മ. നിങ്ങൾ അവിടെ കുറേ നേരം ആളില്ലാത്ത പോയി കവറിൻ്റെ അവിടെ ഇങ്ങനെ നിൽക്കണം, അല്ലേ ഇരിക്കണം.
അത് നമ്മളോട് സംസാരിക്കും. ആബേൽ സംസാരിക്കാൻ പിന്നെ പടച്ചേരത്തി പേര് സംസാരിക്കത്തില്ലേ? ആബേൽ ഇന്നും സംസാരിച്ചുകൊണ്ടിരിക്കുന്നില്ലേ? വൈനോട് സഭാഭാസുരൻ അത് നിശബ്ദമായും വാചാലമായും ഏതോ ചില അവാച്യ സന്ദേശങ്ങൾ ഇങ്ങനെ വിടും നമ്മുടെ മനസ്സിലേക്ക്. ഇത് കേവലം ഔപചാരികതയല്ല ഞാനീ പറയുന്നത്. അവിടെ പോയി ധൂപിച്ചേച്ച് പോരുന്ന ഔപചാരികതയല്ല ഈ പറയുന്നത്. അതാണ് ഞാൻ ചോദിച്ചത്, ഭാസുരൻ്റെ മനസ്സ് വായിക്കാൻ നമ്മൾ സാധിക്കുമോ? നമ്മളിപ്പോൾ ഈ ആഴ്ച പ്രസംഗത്തിൽ കേൾക്കാം, അദ്ദേഹം വലിയ ബുദ്ധി രാക്ഷസനായിരുന്നു പറയുന്നത്. വലിയ നേതാവായിരുന്നു, അദ്ദേഹം ഭരണഘടനാ ശില്പിയാണ്, കാതോലിക്കൻ്റെ സ്ഥാപകനാണെന്നൊക്കെ പറയും. അവിടെയൊക്കെ നല്ല സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ അറിയാം, അദ്ദേഹത്തിന് വേണമെങ്കിൽ ഈ സ്ഥാനമൊക്കെ എടുക്കാമായിരുന്നല്ലോ, വേറെ ആരെങ്കിലുമൊക്കെ ആക്കും. തന്നെ കബളിപ്പിച്ചിട്ട് മതിലിയാടി അപ്പുറത്ത് പോയ ആൾ, മനസ്സിലായി ഞാൻ ആരുടെ കാര്യമൊക്കെ പറയുന്നുണ്ട്. മതിലിയാടി പോയ വേറൊരാൾ, ഇദ്ദേഹം മരിക്കാറ് കൂടുതൽ വെളിയിൽ കിടക്കുമ്പോൾ രാത്രി തലയൊക്കെ മൂടിക്കൊണ്ട് വന്ന് പാദം തൊട്ട് നമസ്കരിച്ചിട്ട് അനങ്ങാതെ ഇറങ്ങിപ്പോയി. അത് അദ്ദേഹം അറിഞ്ഞു കാണും ആത്മാവിൽ. എന്നാൽ അദ്ദേഹത്തിന് മരിക്കുന്നതിന് മുമ്പ് വളരെയധികം മതിച്ച ഒരു സംഭവമായിരുന്നു. ആലുവായിലെ വലിയ തിരുമേനി വന്ന് ഇവിടെ നിന്ന് കാണണം, നമുക്ക് ചർച്ച ചെയ്യണമെന്നൊക്കെ പറഞ്ഞു ഇവിടെ വന്നു. വെള്ളം കുടിച്ചില്ല, ഇറങ്ങിപ്പോയി. ധൃതിയുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് പോയി. അത് വലിയതായിട്ട് അദ്ദേഹത്തിനെ മുറിപ്പെടുത്തിയതാണ്. അങ്ങനെയൊന്നും പ്രതീക്ഷിച്ച അവരെ മഹാരഥന്മാരുടെ മനസ്സ് അലിയുന്നതാണ്. അത് വേഗം മുറിവേൽക്കും. വളരെ സെൻസിറ്റീവാണ്. ജീസസ് ക്രൈസ്റ്റ് വെരി സെൻസിറ്റീവ്. അങ്ങനെ സ്പിരിച്വലി സെൻസിറ്റീവ്. അതിൽ പെട്ടെന്ന് കാര്യങ്ങൾ ഗ്രഹിക്കാം. നമ്മളൊക്കെ കാണുന്നതിനപ്പുറത്തുള്ള അർത്ഥം നോക്കി കാണും, അത് പറയും. ഇത് പഠിച്ചാൽ നല്ലത്, ഗവേഷണം ചെയ്താൽ അതിലും നല്ലത്. എൻ്റെ സമയം കഴിഞ്ഞു എന്നാണ് ഞാനും എൻ്റെ ഇടത്തും വലത്തും എന്നെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരും വിചാരിക്കുന്നത്. ടൈം ഈസ് അപ്പ് എന്നാണ്. ഞാൻ അതിനോട് വിയോജിക്കുന്നില്ല. കാരണം എനിക്ക് നേരത്തെ കിടന്നുറങ്ങിയാൽ കൊള്ളാം, നിങ്ങളെപ്പോലെ. നിങ്ങൾക്കാർക്ക് ഉറക്കം വരുന്നുള്ളതിൽ ആരും ഉറങ്ങി കാണുന്നില്ല. എന്താ കുഞ്ഞുക്കളെ ഉറങ്ങാത്തത്? ഞാൻ വിചാരിച്ചത് നിങ്ങൾ അത്താഴം കഴിഞ്ഞ് വന്നാൽ ഇന്ന് ക്ലോസ് ആയി എന്ന് വിചാരിച്ചത്. അതുകൊണ്ട് ഉറങ്ങാതിരുന്നവർക്കെല്ലാം പ്രിൻസിപ്പൽ അച്ഛൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുക. ഞാൻ എന്തൊക്കെ വിളിച്ച് പറഞ്ഞു കേട്ടോ, ഇതൊന്നും ചരിത്ര സെമിനാറും ഒന്നുമല്ല. ഞാനിങ്ങനെ യാത്ര ചെയ്യുകയായിരുന്നു, ഇതിലെയൊക്കെയോ പാതയില്ലാത്തടത്ത് പാതയുണ്ടാക്കി യാത്ര ചെയ്യുകയായിരുന്നു. എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ. അതുകൊണ്ട് സഭാപാചനം തുടക്കട്ടെ. സന്ധ്യാനമസ്കാരം കഴിഞ്ഞ് വരുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരു ചിന്തയുള്ളൂ, ഹോളി സ്പിരിറ്റ് ഹെൽപ്പ് മീ. ഞാൻ ഒരു പ്രിപ്പറേഷൻ ഇല്ലാതെ പോകുന്നു, ഹെൽപ്പ് മീ ഔട്ട്. ഇത് മാത്രമേ ഉള്ളായിരുന്നു എൻ്റെ പ്രിപ്പറേഷൻ, അതേ ഉള്ളായിരുന്നു. അത് ഇത് മണിക്കൂറുകൾ പറഞ്ഞുകൊണ്ടിരിക്കുക, എനിക്കൊരു മടിയില്ല. അദ്ദേഹത്തെ കുറിച്ച് പറയാൻ എത്ര വേണേ വാചാലമാകാം, ഫോർ അവേഴ്സ് ഓൺ എൻഡ്, ഒരു കുഴപ്പമില്ല. കാരണം അതൊരു വലിയ ഇൻസ്പിറേഷനാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് തന്നെ. അതാണ് എൻതൂസിയാസം. ഞാൻ അടുത്ത് പറഞ്ഞിട്ടുള്ള മുമ്പ്, എൻതൂസിയാസം എന്ന് പറഞ്ഞാൽ ഇൻസ്പയർഡ് ബൈ ഗോഡ്. അത് വാക്കിൻ്റെ അർത്ഥം. എൻതൂസിയാസം ഇൻസ്പയർഡ് ബൈ ഗോഡ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ നാമം ഉച്ചരിക്കുന്നത് തന്നെ ദാറ്റ്സ് എ ഗ്രേറ്റ് ഇൻസ്പിറേഷൻ. ഹോളി സ്പിരിറ്റിൻ്റെ ഇൻഫ്യൂസ് ചെയ്ത് അകത്തോട്ട് വരും. അതുകൊണ്ട് നിങ്ങൾ കേട്ടവർക്ക് നന്ദി, മനസ്സിലാക്കിയവർക്ക് നന്ദി, മനസ്സിലാകാത്തവർക്ക് നന്ദി. എല്ലാവർക്കും നന്മ വരട്ടെ. എന്നെ കൂടെ വിളിച്ചതിന് പ്രിൻസിപ്പൽ അച്ഛനും ജോസ് ജോൺ അച്ഛനും നമ്മുടെ ഓഫീസർക്കും ഈ കൊച്ചു മൈക്ക് കൂടെ കൊണ്ട് വെച്ചവർക്കും ഇതില്ലാതെ ഞാൻ കറങ്ങിപ്പോയി. എല്ലാവർക്കും നന്ദി. ദൈവം അനുഗ്രഹിക്കട്ടെ.